പശ്ചിമേഷ്യയിലെ വെസ്റ്റ് ബാങ്കിൽ വീണ്ടും പലസ്തീനികൾക്ക് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണമുണ്ടായി. വ്യോമാക്രമണമാണ് നടന്നത്. 3 ഇസ്രയേലി ബന്ദികളെയും 183 പലസ്തീൻ തടവുകാരെയും ഇന്ന് വെട്ടയക്കുമെന്ന് സൂചന വരുന്നു. ഈ അവസരത്തിൽ നമുക്കിപ്പം പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഈ ജെയിംസിന് ഈ ബജറ്റിലുള്ള പ്രതീക്ഷ എന്താ ഇന്ന്? ഇതിപ്പോ ഇന്നലെ രാഷ്ട്രപതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മധ്യവർഗത്തിന് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരമാണ് ഉണ്ടായത്. അപ്പോൾ മിഡിൽ ക്ലാസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ബജറ്റ് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ പ്രായമായവർക്കും എന്തെങ്കിലുമൊക്കെ കാണില്ലേ ബി നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? നമ്മളൊക്കെ ചെറുപ്പമല്ലേ എസ്കേൻ, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. വയസ്സായ ആൾക്കാർക്കൊക്കെ പ്രതീക്ഷ ഉണ്ടാവും, എസ്കേന് ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഞാനൊരു ചെറിയ വൃദ്ധനാ, പി ഒരു വലിയ വൃദ്ധനാന്ന് ചോദിച്ചാ ഞാൻ. അല്ല, അതെ, മനസ്സിൽ ആണ് വാർദ്ധക്യവും യുവത്വമൊക്കെ. പോട്ടെ, വീട്ടിലിരിക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ട, വിവരങ്ങൾ പറയും. എസ്കേൻ, ഇസ്രായേലിലേക്ക് പോയാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഈ ബന്ദികളെ ഇനിയും വിട്ടയക്കാനുണ്ട്. അപ്പം 4ാമത്തെ ഘട്ടമായിട്ടാണ് ബന്ദികളെ വിട്ടയക്കുന്നത്. ഇച്ചിരി വളരെ പ്രമുഖരായിട്ടുള്ള 3 ഇസ്രായേലി ബന്ദികളെയാണ് ഇന്ന് വിട്ടയക്കുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബിബാസ് കുടുംബത്തിൽപ്പെട്ട ആളെ വിട്ടയക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ 2 മക്കളും ബന്ദികളായിരിക്കെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ബിബാസിനെയും പിന്നെ വേറെ 2 പേരെയാണ് ഇസ്രായേലി ബന്ദികളെ ഇന്ന് വിട്ടയക്കുന്നത്. കഴിഞ്ഞ ദിവസം വിട്ടയച്ച 29-കാരിയായ ഇസ്രായേലി വനിതയെ വിട്ടയച്ചപ്പോൾ വലിയ രീതിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടി കൂക്കി വിളിച്ചതും അവർക്ക് നേരെ ആക്രമിക്കാൻ ചെന്ന രീതിയിലൊക്കെ പ്രകടനങ്ങൾ ഉണ്ടായതൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പാലസ്തീൻ തടവുകാരുടെ വിട്ടയക്കൽ ഇത് വൈകിപ്പിച്ചിരുന്നു. എന്തായാലും ഇത്തവണ അതുകൊണ്ട് ജനങ്ങളൊന്നും കാണാതെയുള്ള ഒരു വിട്ടയക്കലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. 183 പാലസ്തീൻ തടവുകാരെയാണ് വിട്ടയക്കുന്നത് 4ാം ഘട്ടത്തിൽ. അപ്പോൾ മൊത്തത്തിൽ അവർ പറയുന്നത് 2000-ഓളം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കും. ഇത്രയും 34 ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായിട്ട്. എന്തായാലും ആ ബന്ദികളുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത, ഗസയിൽ നിന്ന് ഇതാദ്യമായി റഫ അതിർത്തിയിലൂടെ ഈജിപ്റ്റ് വഴി 50 പേരെ വിദേശ ചികിത്സയ്ക്കായി കൊണ്ടുപോകും. അത്ര ഗുരുതരമായി പരിക്കേറ്റവരൊക്കെയാണ്. അതുപോലെ തന്നെ UN സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് 2000-ലേറെ കുട്ടികളെ ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അവരും ഗുരുതരമായി പരിക്കേറ്റവരും ഗുരുതരമായ രോഗങ്ങളുള്ളവരാണ്. അപ്പോൾ ഗസ കുറച്ചായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് പുറത്തു പോകാനുള്ള അവസരം ലഭിക്കുന്നു. ഗസയിൽ ഇപ്പോഴും താൽക്കാലിക ടെൻറ്റുകളിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിയുന്നത്. അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഈ അതിർത്തിയിലൂടെ വരുന്നു എന്നുള്ള ആശ്വാസമുണ്ട്. എന്തായാലും പൊതുവെ പറയുന്നത് 10 മുതൽ 15 വർഷമെടുക്കും ഗസയെ പഴയ നിലയിലേക്ക് ആക്കാൻ. അത്രമാത്രം നാശമാണ് കഴിഞ്ഞ 15 മാസത്തിനുള്ളിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എസ്കേൻ, വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്ന പോലെയാണ്. അവിടെ വ്യോമാക്രമണം നടത്തുകയും 12-ലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ കുറേ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സേന കടന്ന്. അവിടുത്തെ 2 സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു പ്രതികാരം എന്ന നിലയിലാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലിൻ്റെ പുതിയ ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 25-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം വെടിനിർത്തൽ വന്നതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ട്രംപിൻ്റെ ചില നിലപാടുകൾ വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഈ ഗസയിലെ ആൾക്കാരൊക്കെ പാലസ്തീനികളൊക്കെ പോകണമെന്നാണ് ട്രംപ് ഇപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റ് കളി തുടങ്ങിയെന്ന് തോന്നുന്നു. കാര്യം മെക്സിക്കോ, കാനഡ, ചൈന ഇവർക്കൊക്കെ തന്നെ നല്ല ഇറക്കുമതിക്ക് നല്ല നികുതി അടിച്ചു തുടങ്ങി. അപ്പോൾ ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ഈ ട്രംപ് പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ട്, പുലി വരുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ ഇത്തവണത്തെ ട്രംപിൻ്റെ ഭീഷണി ചില്ലറയല്ല. പറയുന്ന കാര്യങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റേത് ശരിയാവുമെങ്കിൽ ഇന്ന് കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും 25% നികുതി, അത് എല്ലാ മറ്റേ ഇറക്കുമതിയിലും ചുങ്കം ഏർപ്പെടുത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയുടെ മെക്സിക്കോയുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരുന്ന അവസ്ഥയാണ്. ജസ്റ്റിൻ ട്രൂഡോ, അവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്, ഞങ്ങൾ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു, പക്ഷേ അമേരിക്ക വളരെ സീരിയസ് ആയിട്ടാണ് കാനഡയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാവും. ഇത് ചൈന, അതുപോലെ ചൈനയ്ക്ക് മേൽ 10%
നികുതി ചുമത്താൻ പോകുന്നു. ചൈനയും പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാവും. കാരണം ചൈനീസ് ഗുഡ്സാണ് അമേരിക്കയിൽ ഒരുപാട് ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് മേൽ 10% നികുതി ചുമത്തിയാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് മേൽ ചൈനയുടെ ഒരു പരോക്ഷമായിട്ടെങ്കിലും ഒരു വ്യാപാര തരത്തിലുള്ള ഒരു യുദ്ധം പോലെ അത് ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഒപ്പം തന്നെ SKN ട്രംപിൻ്റെ വലിയൊരു ഭീഷണിയുണ്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായ കറൻസി, ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള ആദ്യത്തെ രാജ്യങ്ങളും ബാക്കി 3 രാജ്യങ്ങളടക്കം 9 രാജ്യങ്ങൾ ചേർന്ന് പുതിയ കറൻസി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് നിലവിൽ വന്നാൽ, ഡോളറിന് പകരം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഡോളറിന് വേണ്ടി 100% നികുതി ഈ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ്. ഇതിനു ശേഷം ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ബ്രിക്സ് കറൻസിയിലേക്ക് പോകുന്നില്ല. റഷ്യ ഇന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ബ്രിക്സ് കറൻസിയിലേക്ക് പോകുന്നില്ല. എന്തായാലും ട്രംപിൻ്റെ ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ ഏൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയും മെക്സിക്കോയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആശങ്കയിലാണ്. ഇന്ത്യ ഏതായാലും ആ വിവാദത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുകയാണ്. ഒപ്പം തന്നെ മെക്സിക്കോയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്നതിനെതിരെ നടപടി എടുക്കും. ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാന കാര്യം അതുകൂടിയാണ്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നൊക്കെ ഒരുപാട് പേര് അനധികൃതമായിട്ട് അമേരിക്കയിൽ വന്ന് അമേരിക്കയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിൽ പണപ്പെരുപ്പം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവരെയൊക്കെ തടഞ്ഞു നിർത്താൻ കൂടിയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇത് മാത്രമല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മൾ പറഞ്ഞ പോലെ ഗോണ്ടനാമോ ജയിലുകളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ വിടാൻ ഉള്ള തീരുമാനം വലിയ രീതിയിലുള്ള ആശങ്ക അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള പലരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ എംബസികളിൽ വേണ്ടത്ര ഇവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള പരാതി കൂടി വന്നിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. എന്തായാലും നമുക്ക് ബജറ്റിൽ എന്തൊക്കെ വകയിരുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. താങ്കളുമായിട്ട് നാളെ സന്ധിക്കാം. സന്ധിക്കും വരെ വണക്കം.